പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈസ്റ്റർ ദിനത്തിന്റെ ആശംസകൾ. ഉയിർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ജീവനോടെ ഇരിക്കുന്ന യേശുക്രിസ്തു, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അനേകവിധം ദൈവങ്ങൾ, അവതാരങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യത്ത് ചെന്നാലും അവിടെ വിവിധ തരത്തിലുള്ള മതങ്ങളും മതവിശ്വാസങ്ങളും ദൈവങ്ങളും ദൈവവിശ്വാസവും ഉണ്ടാകും. എന്നാൽ ഏതൊരു കാര്യത്തിലും യേശുക്രിസ്തുവിൻ്റേതുപോലൊരു കാര്യം ആർക്കും കാണാൻ സാധിക്കില്ല. അവതാരം വന്നു പോയി, മരിച്ചു പോയി എന്നേ പറയൂ. ഈ അവതാരത്തിൽ അങ്ങനെ മരിച്ചു, ആ അവതാരത്തിൽ ഇങ്ങനെ മരിച്ചു, ആ ദൈവം അങ്ങനെ മരിച്ചു എന്നേ പറയൂ. എന്നാൽ മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നയൊരു ദൈവത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു മാത്രമാണത്. യേശു മാത്രമാണ് മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നത്. ഇയ്യോബ് 19:25 ഇയ്യോബ് പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അവൻ എന്റെ രക്ഷകനാണ്, എന്റെ ദൈവമാണ്. എന്റെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു, മരിച്ചുപോയവൻ അല്ല. എന്നോ ജീവിച്ചു മരിച്ചുപോയി എന്ന് പറയപ്പെടുന്നവനല്ല. യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നൊരു ഭക്തൻ സന്തോഷത്തോടുകൂടി പറയുന്നു. കർത്താവായ യേശു പറയുന്നു, ഞാൻ മരിച്ചു, എക്കാലവും ജീവിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഭാരതിയാർ എന്നൊരു മഹാകവിയുണ്ടായിരുന്നു. അദ്ദേഹവും തന്റെ കവിതാ സമാഹാരത്തിൽ പറയുമ്പോൾ പല അവതാരങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഒരവതാരം വേടന്റെ അമ്പുകൊണ്ട് മരിച്ചു എന്ന് പറയുന്നു. ഒരു അവതാരം കാട്ടിലെ ഒരു വലിയ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, സമാധിയായി എന്ന്. എന്നാൽ മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്ന ഒരേയൊരു ദൈവം യേശുക്രിസ്തു മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇതാണല്ലോ വാസ്തവം, ഇതാണ് സത്യം. യേശു മരണത്തെ ജയിച്ച് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് യേശുവിനെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുന്നത്. യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്ന് വിമോചനം, ശാപത്തിൽ നിന്നും വിമോചനം, പിശാചിന്റെ ക്രിയകളിൽ നിന്ന് വിമോചനം, ഒരു യഥാർത്ഥ സമാധാനം, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ. യേശു ഉയിർത്തെഴുന്നേറ്റില്ലെങ്കിൽ എന്റെ പ്രസംഗം വൃഥാവാകും. മരിച്ചുപോയൊരു ദൈവത്തെക്കുറിച്ച് ഞാനെന്തിന് പ്രസംഗിക്കണം? മരിച്ചുപോയൊരു ദൈവത്തെപ്പറ്റി, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ കല്ലറ ഇതാണ്, ഇവിടെയാണ് സമാധിയായത് എന്ന് കാണിച്ച്, അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ എന്തിനു പ്രസംഗിക്കണം? അതുകൊണ്ട് എന്താണ് പ്രയോജനം? മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നയൊരാൾ, ആ യേശുക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചുയർത്തെഴുന്നേറ്റത്. നിങ്ങളുടെ പാപങ്ങൾ, വ്യാധികൾ, വേദനകൾ, ദുഃഖങ്ങൾ ഇവയെല്ലാം ചുമന്നു തീർത്ത് മരണത്തെ ജയിച്ച് ഞാൻ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ജയം തരാൻ വേണ്ടിയാണത്. ജീവിതത്തിൽ എന്തൊക്കെ പോരാട്ടങ്ങൾ വരുന്നു, പാപപ്പോരാട്ടം, വ്യാധിപ്പോരാട്ടം, പിശാചിന്റെ പോരാട്ടം, മനുഷ്യരെ കൊണ്ടുള്ള പോരാട്ടം, യേശു മരണത്തെ ജയിച്ചു നിങ്ങളെ വിജയിപ്പിക്കാനായി ഉയിർത്തെഴുന്നേറ്റു. യേശു ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ട് എനിക്ക് മരണഭയമില്ല, ഒന്നിനെക്കുറിച്ചും ഭയമില്ല. പിശാചിന്റെ പോരാട്ടമുണ്ടാകും, മനുഷ്യർ വിരോധമായി വരും. ആ ഭയം എന്നെ തടഞ്ഞു നിർത്തുന്നില്ല, കാരണം ഞാൻ വിശ്വസിക്കുന്ന യേശു മരിച്ച് ജീവിച്ചിരിക്കുന്നു. യേശു വിജയിച്ച് ജയം തരുന്നു. എനിക്ക് ജയം തരാനായി ജീവനോടെ ഉയിർത്തെഴുന്നേറ്റു. ആ വിശ്വാസം എന്നെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്തൊക്കെ പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും വന്നാലും ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത്. ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഒന്നും നിങ്ങളെ ഇളക്കില്ല, ഒന്നും നിങ്ങളെ ബാധിക്കില്ല. ബാധിക്കുന്നത് പോലെ പ്രശ്നങ്ങളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും. ഒന്നിനും നിങ്ങളെ തടയാനാവില്ല, തള്ളിയിടാനാവില്ല. എഴുന്നേറ്റ് നിൽക്കും ധൈര്യത്തോടെ. ഞാൻ വിശ്വസിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയൂ. യേശു ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? യേശു ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? യേശു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾ യേശുവിനെ അപമാനിക്കുന്നു എന്നർത്ഥം. യേശു മരിച്ചുപോയി എന്ന് പറയുന്ന വിധത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പറയൂ, എന്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ ഭയപ്പെടില്ല, വിഷമിക്കില്ല, തളരുകയില്ല. എന്റെ രക്ഷകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, എനിക്ക് ജയം തരും എന്ന് ധൈര്യത്തോടെ പറയുമോ? യേശുവേ, അങ്ങ് മരണത്തെ ജയിച്ച് ജീവനോടെ ഉയിർത്തെഴുന്നേറ്റതിന് സ്തോത്രം. എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ രക്ഷകൻ, എന്റെ കർത്താവ് എന്നെന്നും ജീവിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, പേടിക്കുകയില്ല, തളരുകയില്ല, ക്ഷീണിക്കുകയില്ല.
എനിക്ക് ജയം തരുന്ന ജീവിച്ചിരിക്കുന്ന യേശുവിന് സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ